കള്ളപ്പണക്കേസിൽ റോബർട്ട് വദ്രയ്ക്ക് വീണ്ടും എൻഫോഴ്സ്മെന്റിന്റെ നോട്ടീസ്. നാളെ രാവിലെ 10:30 ED ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. 9ാം തവണയാണ് വാദ്രയെ ചോദ്യം ചെയ്യാൻ ED വിളിച്ചു വരുത്തുന്നത്. ലണ്ടൻ, രാജസ്ഥാൻ, ദില്ലി എന്നിവിടങ്ങളിൽ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നാണ് വാദ്രയ്ക്കെതിരായ ആരോപണം. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. സ്വാതി, കഴിഞ്ഞ ദിവസമാണ് നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് 700 കോടിയുടെ സ്വത്ത് തിരികെ പിടിക്കാനായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ശ്രമം തുടങ്ങി. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതികളായ കേസിൽ ആ ശ്രമം തുടങ്ങിയതിന് പിന്നാലെയാണിപ്പോൾ റോബർട്ട് വദ്രയെ 9ാം തവണ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? സിജു സൂചിപ്പിച്ച പോലെ തന്നെ ഈ വ്യവസായിയായിട്ടുള്ള റോബർട്ട് വദ്രയ്ക്ക് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇത് 9ാം തവണയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് വാദ്രയ്ക്ക് നോട്ടീസ് അയക്കുന്നതും ED ഇങ്ങനെ ഹാജരാകാൻ വേണ്ടി നിർദ്ദേശിക്കുന്നതും. ഇതിൽ പ്രധാനമായും വ്യവസായിയായ റോബർട്ട് വദ്ര എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടതാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര. വ്യവസായി എന്നുള്ളതിനേക്കാൾ ഉപരിയായി റോബർട്ട് വദ്രയാണ്. നമുക്കറിയാം 170 കോടി തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഇലക്ട്രൽ ബോണ്ട് നൽകിയ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ആ റോബർട്ട് വദ്ര, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വദ്രയാണ് കള്ളപ്പണം വെളുപ്പിച്ചതെന്നുകൂടി എടുത്തു പറയേണ്ട സാഹചര്യമുണ്ട്. സ്വാതി, തീർച്ചയായും സിജു, പ്രിയങ്കയുടെ ഭർത്താവായ റോബർട്ട് വദ്രയ്ക്കാണ് ഇപ്പോൾ നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇയാൾക്കെതിരെ വിവിധ തരത്തിലുള്ള ആരോപണങ്ങളും ഈ ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആരോപണങ്ങളും അതോടൊപ്പം അതിന് വിവിധ തെളിവുകളടക്കം രംഗത്ത് വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വീണ്ടും ED ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് UPA സർക്കാരിന്റെ കാലത്ത് ലണ്ടൻ, രാജസ്ഥാൻ, ദില്ലി എന്നിവിടങ്ങളിൽ അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ വാദ്രയ്ക്കെതിരെ ഉയരുന്ന ആരോപണം. അതിനിടെ തന്നെ വാദ്രയെ അറസ്റ്റ് ചെയ്യുന്നത് വിലക്കിക്കൊണ്ട് ഉള്ള ഉത്തരവിനെതിരെ ED നൽകിയ ഹർജിയും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലുണ്ട്. അതിനിടയിലാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. നാളെ 10:30 മുമ്പായി EDക്ക് മുമ്പിൽ ഹാജരാകണം എന്നുള്ളതാണ് ഈ നോട്ടീസിൽ നിർദ്ദേശമായി പറയുന്നത്. ഇത് 9ാം തവണയാണ് റോബർട്ട് വാദ്രയെ ED ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുക. നിരവധിയായിട്ടുള്ള സാമ്പത്തിക അഴിമതി അടക്കം ഇയാൾക്കെതിരെ ആരോപിച്ച കേസുകളുണ്ട്. അതോടൊപ്പം തന്നെയും നേരത്തെ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ED വീണ്ടും റോബർട്ട് വദ്രയെ എന്തായാലും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. നാളെയാണ് EDക്ക് മുമ്പിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റോബർട്ട് വദ്ര ഹാജരാകണമെന്നാണ് നോട്ടീസിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സിജു, സ്വാതി, ഏതായാലും കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്ത് തഴച്ചു വളർന്ന വ്യവസായ സാമ്രാജ്യം, നേരത്തെ സ്വാതി പറഞ്ഞതുപോലെ തന്നെയാണ് വ്യവസായി റോബർട്ട് വദ്ര പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായി മാറിയതിനു ശേഷം വിവിധ തരത്തിലുള്ള ഭൂമി ഇടപാടുകൾ, വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ, എൻഫോഴ്സ്മെൻറ്റ് അന്വേഷണം എല്ലാം വരികയാണ്. UPA സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ വൻ ക്രമക്കേടുകൾ, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ചേർന്ന് നടത്തിയ ക്രമക്കേടുകൾ അതിൻ്റെ തുടർച്ചയാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ തവണ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്താതിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. മാത്രമല്ല, അന്ന് ഇലക്ട്രൽ ബോണ്ടിന് പണം നൽകിയവരിൽ പ്രധാനികളിൽ ഒരാൾ റോബർട്ട് വദ്രയായിരുന്നു. 170 കോടി രൂപയാണ് നൽകിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ ED അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ 170 കോടി റോബർട്ട് വദ്ര കൊടുത്തതിന് പിന്നാലെ EDയുടെ അന്വേഷണം, EDയുടെ ചോദ്യം ചെയ്യലുകളും താൽക്കാലികമായി തടയപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിസന്ധി, വലിയ തരത്തിൽ ചോദ്യമുനയിലാണ് നെഹ്റുവിൻ്റെ പിന്മുറക്കാരായ സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യമുനയിലേക്ക് വരുമ്പോൾ അതിനുത്തരം പറയേണ്ടി വരിക പ്രിയങ്ക ഗാന്ധി കൂടെയാണ്. എന്തൊക്കെ തന്നെ ഇടപാടുകളാണ് റോബർട്ട് വദ്ര നടത്തിയതെന്ന് സംബന്ധിച്ച വിവരങ്ങൾ ED നൽകുന്നു. തീർച്ചയായും സിജു, ഇതിന് കോൺഗ്രസ് കൃത്യമായും ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ടത്. പ്രത്യേകിച്ചും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി MP കൂടിയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ നെഹ്റു കുടുംബം ഉൾപ്പെടെയും വിവിധ സാമ്പത്തിക അഴിമതികളിൽ ഉൾപ്പെടെ പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ 170 കോടി അടക്കമുള്ള രൂപയുടെ സാമ്പത്തിക അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസിനെതിരെയും ഇത് ആയുധമായി വലിയ പ്രതിപക്ഷ പാർട്ടികൾ അടക്കം കോൺഗ്രസിനെതിരെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും റോബർട്ട് വാദ്രയ്ക്ക് ED നോട്ടീസ് അയച്ചിട്ടുള്ളത്. ഇതിൽ UPA സർക്കാരിന്റെ കാലത്തുള്ള അഴിമതി തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ദില്ലിയിലടക്കം വലിയ സാമ്പത്തിക ഇടപാടുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട്, സാമ്പത്തിക അഴിമതി നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണം ഇപ്പോൾ ED നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് വലിയ തരത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയാകും എന്നുള്ളതിൽ സംശയമില്ല. ഇതിൽ ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് തന്നെയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും അതോടൊപ്പം തന്നെ വലിയ വ്യവസായിയുമായിട്ടുള്ള റോബർട്ട് വാദ്ര ഇതാദ്യമല്ല
ഇത്തരം അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നതും ഇത്തരത്തിൽ ED നോട്ടീസ് അയക്കുന്നതുമൊന്നും ഇത് ആദ്യമായിട്ടുള്ള സംഭവമല്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനിയായി ഈ അഴിമതി കേസുകളിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ആളാണ് റോബർട്ട് വാദ്ര. എന്തായാലും വീണ്ടും ED ഇയാൾക്ക് നോട്ടീസ് അയക്കുമ്പോൾ അതിന് കോൺഗ്രസിന് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളതിൽ സംശയമില്ല. സിജു, ശരി. സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കള്ളപ്പണ വെളുപ്പിക്കൽ കേസിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്, വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയ്ക്ക് EDയുടെ നോട്ടീസ്. 9ാം തവണയാണ് റോബർട്ട് വദ്രയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നത്.